നിങ്ങളെ ക്ഷണിക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് മെരപ്പേൽ ബിൽഡിംഗിന്റെ 2ാം നിലയിൽ എല്ലാ തിങ്കളാഴ്ച കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണമേ. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ എനിക്ക് അനുവാദം തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് 62ാമത്തെ വാക്യം, ഇതാണ് പ്രധാനമായി നമ്മൾ സംസാരിക്കുന്ന വാക്യം. 62ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. നോക്കിക്കേ, 2 പേരോട് യേശു പറയുന്നു എന്നെ അനുഗമിക്കുക. ആദ്യത്തവൻ പറഞ്ഞു ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിട്ടേച്ചു വരട്ടെ. രണ്ടാമത്തവൻ പറഞ്ഞു ഞാൻ വീട്ടിലുള്ളവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരട്ടെ. 2 പേരും അനുഗമിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. ശ്രദ്ധിക്കണേ നിങ്ങൾ ആ വാക്ക്. 2 പേരും അനുഗമിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. 2 പേരും അനുഗമിക്കാൻ തയ്യാറാണ്. ആദ്യം യേശു പറഞ്ഞ ആളും അവസാനം യേശു പറഞ്ഞ ആളും 2 പേരും യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാണ്. പക്ഷേ 2 പേരുടെയും പ്രതികരണം 2 തരത്തിലാണ്. 2 പേരും പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഒരാൾ ആദ്യമേ പറയുന്നു ഇപ്പോൾ ഉടനെ വരാൻ പറ്റുകയില്ല. എന്താ ഉടനെ വരാൻ പറ്റാത്തതിന്റെ കാരണം? എനിക്ക് അപ്പനെ കുഴിച്ചിടുവാൻ മുമ്പേ പോയി എനിക്ക് എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. സോ അപ്പനെ കുഴിച്ചിട്ട ശേഷം അനുഗമിക്കാൻ തയ്യാറാണ്. അവിടെ പ്രയോറിറ്റി അപ്പനാണ്, അല്ലെങ്കിൽ പ്രാമുഖ്യം പിതാവിനാണ്. അപ്പനെ കുഴിച്ചിട്ടേച്ച് ഏതായാലും ഒരു കാര്യം ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നു, അപ്പൻ ഏതായാലും മരിച്ചു കിടക്കുകയല്ല. പിന്നെ മരിച്ച ശേഷം അപ്പനെ കുഴിച്ചിടുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കണം ഈ വാക്യത്തിന്റെ ചിന്ത. എന്തോ ആയിക്കോട്ടെ, യേശുവിന്റെ മറുപടി നോക്കിയാട്ടെ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. മരിച്ചവരെ കുഴിച്ചിടട്ടെ. ആ വാക്കിന്റെ ആശ്ചര്യത്തെ ഞാൻ വേണേൽ ഒറ്റ വാക്കിലൊന്ന് വിശദീകരിക്കാം. ആത്മീകമായി മരിച്ചവർ ജഡികമായി മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഓക്കെ, സ്പിരിച്വലി ഡെഡ് ഫിസിക്കലി ഡെഡിനെ കുഴിച്ചിടട്ടെ. ഓക്കെ, നീ സ്പിരിച്വലി എലൈവ് ആണ്. ആത്മീകമായി മരിച്ചവൻ ജഡീകമായി മരിച്ചവനെ കുഴിച്ചിടട്ടെ. നീ ആത്മീകമായി മരിച്ചവനല്ല, നീ ആത്മീകമായി ജീവിച്ചവനാണ്. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഇതാണ്, ആത്മീക ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരികയാണ്. 2ാമത്തെ ആശയത്തിലേക്ക് നിങ്ങൾ വന്നാട്ടെ. അപ്പം ഇവർ 2 പേരും തയ്യാറാണ്. പക്ഷെ ഒരു പീരീഡിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഉടനെ പറ്റുകയില്ല. പറ്റുന്നതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ആദ്യം പറയുന്നു അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം. പിന്നത്തേതിൽ പറയുന്നു, നോക്കി അടുത്ത വാക്ക്, മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. വീട്ടിലുള്ളവരോട് ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഇതിന്റെ മേളൊന്ന് വായിച്ചാൽ ഈ ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 57ാമത്തെ വാക്യം ഒന്ന് നോക്കിയാൽ 57ാമത്തെ വാക്യം അവർ വഴി പോകുമ്പോൾ അവനോട്, ലൂക്കോസ് 9:57, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും കിടക്കുന്നു. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷമാണ് 2 പേരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ. എങ്ങനെ അനുഗമിക്കാനാ? കുറുനരിക്ക് കൂടുണ്ട്, കുറുനരിക്ക് കുഴിയുണ്ട്, പറവയ്ക്ക് കൂടുണ്ട്. എനിക്കിതൊന്നും ഇല്ല. അപ്പൊ ഈ വിളിക്കുന്ന ആൾക്ക് കൂടും കിടക്കൊന്നുമില്ല. ഹല്ലേലൂയ. കുറുനരിക്ക് വരെ കുഴിയുണ്ട്, പറവയ്ക്ക് വരെ കൂടുണ്ട്, പക്ഷെ വിളിക്കുന്നവൻ ഇതൊന്നുമില്ല. ഇങ്ങനെ ഒരാളെ അനുഗമിച്ചിട്ട് എന്താ കിട്ടാനാ? മേളത്തെ ഭാഗം ഒന്ന് നോക്കി. 56ാമത്തെ വാക്യം, 57. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഇവിടെ ഒരാള് യേശു 3 ഭാഗം ഈ വാക്യത്തിൽ നിങ്ങൾ കാണണമേ. ഒരുത്തനോട് യേശു പറയുന്നു നീ എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു ഞാൻ അപ്പനെ കുഴിച്ചിട്ട് വരട്ടെ. രണ്ടാമത്തവനോട് യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക. അവൻ യേശുവിനോട് പറഞ്ഞു ഞാൻ പോയി വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് വരട്ടെ. പക്ഷെ ഒരുത്തൻ ഇത് 56ാമത്തെ വാക്യത്തിൽ യേശുവിനോട് പറയുന്നു ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. യേശുവിനോട് ചോദിക്കുന്നു ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. 2 പേരോട് യേശു ചോദിക്കുന്നു, ഒരാളോട് യേശു ചോദിക്കുന്നു. 2 പേരോട് യേശു ചോദിക്കുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കാമോ? ഓക്കെ, ഒരാള് യേശുവിനോട് ചോദിക്കുന്നു ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ.
നോക്കി, കർത്താവിൻ്റെ ഈ മനോഭാവമാണ് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത്. പക്ഷേ ഇതിൻ്റെ ആഴമൊന്ന് ഗ്രഹിച്ചാൽ വേഗത്തിൽ അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ആദ്യം വന്നയാൾ വില്ലിങ് ആണ്. അവനെ പറഞ്ഞു തിരിച്ചു വിട്ടു. എടാ, കുഴുനരിക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, എനിക്കിതൊന്നും ഇല്ല, തലചായ്ക്കാൻ സ്ഥലമില്ല. നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞപ്പോ അവനോട് പറഞ്ഞ മറുപടിയാ, എവിടെ പോയാലും എന്ന് പറഞ്ഞു കാണിക്കാൻ എനിക്കൊരു സ്ഥലമില്ല. കുറുനരിക്ക് കുഴിയുണ്ട് കാണിക്കാൻ, പറവയ്ക്ക് കൂടുണ്ട് കാണിക്കാൻ, എനിക്കിത് രണ്ടുമില്ല. ഇതാണ് ചലഞ്ച്. കാണാൻ ഒന്നുമില്ല, അട്രാക്ഷൻ ഒന്നുമില്ല, മുമ്പിൽ അട്രാക്ട് ചെയ്യാൻ ഒരു ഫാക്ടറുമില്ല. ഈ സമയത്ത് അനുഗമിക്കാൻ കഴിയുമോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓഫറുകൾ മുമ്പിൽ നിരത്തിയിട്ടില്ല. മകളുടെ വിവാഹം നടത്തി തരാന്നോ, പണി പൂർത്തിയാക്കി തരാന്നോ, വീടിന്റെ പണി പൂർത്തിയാക്കി തരാന്നോ, UK ഓക്കെ ആക്കാന്നോ ഉള്ള യാതൊരു ഓഫറും മുമ്പിലില്ല. ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഭർത്താവിനെ കൊണ്ടുപോകാന്നോ, ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭാര്യയെ കൊണ്ടാകാന്നോ, ഉന്നതങ്ങളിൽ വാഹനമേറ്റാന്നോ, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ കൊണ്ടുപോകാന്നോ ഒരു വാഗ്ദത്തവും കൊടുത്തിട്ടല്ല കർത്താവ് അനുഗമിപ്പിച്ചേ. ഇവരാരും ഒരു മെറ്റീരിയൽ വിഷയം കണ്ടിട്ടല്ല യേശുവിനെ അനുഗമിച്ചേ. ഇവിടെയാണ് ഈ അനുഗമനം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ആഴം വ്യക്തമാകുന്നത്. ഇന്ന് ഒരു ഉദ്ദേശമില്ലാതെ പ്രാർത്ഥനയ്ക്ക് വന്നവരൊന്ന് കരമുയർത്തുക. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ല, ഒരു കാര്യസാധ്യവുമില്ലാതെ പ്രാർത്ഥനയ്ക്ക് വന്നവരൊന്ന് കരമുയർത്തുക. ഹലോ, എനിക്ക് ഒരു കാര്യസാധ്യവും ഇന്ന് കിട്ടാനില്ല. ഞാൻ യേശുവിനെ ആരാധിക്കാനായി ഈ സ്റ്റെപ്പ് കയറി വന്നതെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തുക. നമ്മളുടെ എല്ലാം വിഷയം മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫറുകളാണ്. ഞാൻ 8 തിങ്കളാഴ്ച വരാം, ഞാൻ 9 തിങ്കളാഴ്ച വരാം, ഞാൻ വരാം, കൈയടിക്കാൻ പറഞ്ഞ കൈയടിക്കാം, തുള്ളിച്ചാടാൻ പറഞ്ഞ തുള്ളിച്ചാടാം. പക്ഷെ 9ാമത്തെ ആഴ്ച ഞങ്ങളുടെ കടഭാരം തീരുമോ എന്നറിയണം. ഹലോ, 9ാമത്തെ ആഴ്ച ജോലി ശരിയാവുമോ എന്നറിയണം. ഓസ്ട്രേലിയയില് ഹല്ലേലൂയ. ഇത് 3ാമത്തെ ആഴ്ചയാണ് ഞാൻ വരുന്നത്. ഇന്നും കൂടെ ഞാൻ നോക്കും മുട്ടുവേദന സൗഖ്യമാകുന്നുണ്ടോന്ന്. നമ്മളുടെ എല്ലാ അട്രാക്ഷൻ എന്തൊക്കെയോ കിട്ടും എന്നുള്ളതാണ്. നോക്കണമേ, ഞാനത് പറഞ്ഞപ്പോൾ എത്ര പേരുടെ കരം ഉയർത്തപ്പെട്ടു. ജീസസ്. ഇവിടെ ഈ യേശു പറയുക, എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, കുറുനരിക്ക് കൂടുണ്ട്. ഹലോ, കുറുനരിക്ക് കയറി കിടക്കാൻ ഒരു കുഴിയുണ്ട്, പറവയ്ക്ക് കയറിയിരിക്കാൻ ഒരു കൂടുണ്ട്. എനിക്കിത് രണ്ടുമില്ല. മുമ്പിൽ ഓഫർ ഒന്നുമില്ല. കുഴി തരാമെന്നോ കൂട് തരാമെന്നോ ഉള്ള ഓഫർ ഇല്ല. എന്നെ അനുഗമിക്കാൻ തയ്യാറാണോ? അത് അങ്ങനൊക്കെ ചോദിച്ചാ അപ്പൊ കൊച്ചിന്റെ കാര്യം എങ്ങനെയാ? അപ്പൊ വീടിന്റെ കാര്യം എങ്ങനെയാ? ഹല്ലേലൂയ. ഈ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖം പലപ്പോഴും കുറച്ച് പെയിൻഫുള്ളാണ്. അതിൽ തന്നെ. കാരണം സോക്കോൾഡ് ക്രിസ്ത്യൻ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത്രയും ഒരു പെയിൻഫുൾനെസ് അനുഭവിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കൊരു വേദനയില്ല. പക്ഷെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒന്നും കണ്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നതല്ല, വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വരുന്നതല്ല. കുറേ ഇടത്ത് പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇതുവരെ ആ വസ്തുവിൻ്റെ കച്ചവടം നടക്കുന്നില്ല. എന്നാൽ ഇവിടെയും കൂടെ സജിത് ബ്രദറിൻ്റെ അടുത്തൂടെ ഒന്ന് പോയി നോക്കാം, ഇവിടുന്നേലും അഴിയുന്നെങ്കിൽ അഴിയട്ടെ. നോ, നിങ്ങൾ പോയ ബ്രദർമാരിൽ ഏറ്റവും ചെറിയതായത്, നിങ്ങൾ പോയ ബ്രദർമാരിൽ ഏറ്റവും കൊച്ചു പയ്യനായത്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ആരും ഈ മീറ്റിങ്ങിന് വരരുത് പ്ലീസ്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ അട്രാക്ഷൻ വസ്തുക്കച്ചവടമല്ല, ഇവിടുത്തെ അട്രാക്ഷൻ മകളുടെ കല്യാണമല്ല, ഇവിടുത്തെ അട്രാക്ഷൻ UK ഓക്കെ അല്ല, അമേരിക്കയ്ക്കുള്ള വഴി തുറക്കുന്നതല്ല ഇവിടുത്തെ അട്രാക്ഷൻ. ഇവിടുത്തെ അട്രാക്ഷൻ യേശുവാ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ.
ഇവിടുത്തെ അട്രാക്ഷൻ യേശുവാ. ഞാൻ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന, സത്യം ഞാൻ പറയാം, എൻ്റെ കാര്യം ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ യേശുവിനെ ആരാധിക്കുന്നത് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല. അതിൻ്റെ അർത്ഥം എനിക്കെല്ലാം ഉണ്ടെന്നല്ല. ഓഫ് കോഴ്സ് എനിക്കെല്ലാം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് യേശുവിനെ ആരാധിക്കുന്നതിൻ്റെ ചേതോ വികാരം, ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ ദൈവം എന്നിൽ സംപ്രീതനായി എനിക്കിത് പ്രത്യക്ഷപ്പെട്ടിട്ട്, മകനെ, ഓക്കെ, ഈ ആരാധനയിൽ എൻ്റെ വേർപ്പെല്ലാം കണ്ട് കയ്യടിയെല്ലാം കണ്ട് ദൈവം പ്രത്യക്ഷനായിട്ട് മകനെ എന്ന് വിളിക്കും. മകനെ എന്ന് വിളിച്ചിട്ട് നിനക്കെന്തോ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ, എനിക്ക് 3.5 കോടി രൂപ. എന്താണ് എനിക്ക് യേശുവിലുള്ള അട്രാക്ഷൻ? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല, നിങ്ങളത് പിന്നത്തിൽ എടുത്ത് ചിന്തിച്ചോ, നിങ്ങൾക്ക് ആ സന്ദർഭം അറിയാവുന്നതാ. ഇന്നലെ യേശു 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് മീറ്റിംഗ് നടക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കേ. അവേ 3 days കണ്ടിന്യൂസ് മീറ്റിംഗ് നടക്കുകയാണ്. ഈ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയി കേട്ടോ. കാരണം യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, പ്രസംഗം മാത്രമല്ല, മലയിലിരുന്ന് പ്രസംഗിക്കും, താഴ്വരയിലോട്ട് ഇറങ്ങി വരും, ആൾക്കൂട്ടത്തിന് ഇടയിലോട്ട് ഇറങ്ങി വന്ന് രോഗികളെ തൊട്ട് സൗഖ്യമാക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും, ഊമന് കുഷ്ഠരോഗികളെ പോയി തൊടും. ഒരു യഹൂദനും ഇതിന് ധൈര്യപ്പെടുകയല്ല, പക്ഷേ യേശു പോയി തൊടും. ഇങ്ങനെ സൗഖ്യങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷ നടക്കും. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ ആർക്കും എത്ര ദിവസം അറ്റൻഡ് ചെയ്താലും ഒരു ബോറിംഗ് അല്ല. കാരണം ഓരോ ദിവസവും യേശുവിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമായിരുന്നു. ഇങ്ങനെ 3 ദിവസം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. ഇപ്പം ജനമെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, അയ്യോ, ഇവരെ എങ്ങനെ വിടാനായിട്ട് പറ്റത്തില്ല. കാരണം ഇങ്ങനെ വിട്ടാൽ ഇവർ വഴിയിൽ എന്ത് ചെയ്യും? തളർന്നു പോകും. എന്നെ ശാപ്പാട് കൊടുത്തിട്ട് വേണം, കാരണം 3 ദിവസം വചനം കേൾക്കാൻ വന്നതല്ലേ, എന്നെ ശാപ്പാട് കൊടുത്തിട്ട് വേണം ഇവരെ വിടാൻ വേണ്ടി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, ഇവിടെങ്ങും ഫുഡൊന്നും അടുത്ത് കിട്ടുന്ന സ്ഥലമൊന്നുമല്ല, വിജനമായ ഒരു സ്ഥലം, ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വിജനമായ മരുഭൂമി പോലുള്ള ഒരു സ്ഥലം. ഇനി മാത്രമല്ല, ഇനി ഫുഡ് മേടിക്കണമെങ്കിൽ തന്നെ അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. എന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം, സോ മച്ച് ഓഫ് ഒബ്സ്ട്രക്കിൾസ്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. സ്ഥലം ശരിയല്ല, കാശ് കയ്യിലില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം ഉണ്ട്. ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾക്കറിയാതെ നിങ്ങൾക്ക് തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേൻ. അവിടെ ഒരു ബാലകൻ്റെ കയ്യിൽ, അന്ത്രയോസ് 5000 പേരുടെ ഇടയ്ക്കുന്ന ഒരു കൊച്ചനെ കണ്ടുപിടിച്ചു. അവൻ്റെ കയ്യിൽ പറഞ്ഞു ഉണ്ടായിരുന്നേ, മീനും അപ്പം ഉണ്ടായിരുന്ന ഒരു പയ്യനെ അതിൻ്റെ ഇടയ്ക്കുന്ന എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടുപിടിച്ചു. ഓക്കെ, അത് ട്യൂൺ ചെയ്തു, അതിനെ കർത്താവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഇതാ കൊട്ടകൾ നിറച്ച് അപ്പവും മീനും എല്ലാം റെഡിയായേ. ആ മീൻ ഏത് പരുവത്തിലാണ് കിട്ടിയെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്ത് പരുവത്തിലായിക്കോട്ടെ, കർത്താവല്ലേ കൊടുത്തേ. കരമടിച്ചൊന്ന് കർത്താവിൻ്റെ സ്തോത്രം ചെയ്ത്. പിന്നെ ഈ മീൻ ചുട്ടെന്നോ, പിന്നെ ഈ മീൻ വറുത്തെന്നോ, പിന്നെ ഈ മീനെ പൊള്ളിച്ചെന്നോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ വേവിച്ചായിരിക്കും കൊടുത്തേ, ഫ്രൈഡ് ആയിട്ടോ അല്ലെ തന്തൂരിയൊക്കെ ആയിട്ടോ ആയിരിക്കും കൊടുത്തേ. എനിവേ, എന്തോ ആയിക്കോട്ടെ, കർത്താവല്ലേ കൊടുത്തേ, കർത്താവിന് സകലം അറിയാം. ഈ അപ്പം എല്ലാം കൂടെ അങ്ങ് തിന്ന് വയറൊക്കെ കൂടെ അങ്ങ് നിറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഇങ്ങോട്ട് നോക്കി, ഭയങ്കര സന്തോഷമായി. ഏമ്പക്കം വിടുക. ഓക്കെ, സന്തോഷമായി. അപ്പം തിന്നു, മീനും കഴിച്ചു, വെള്ളവും കുടിച്ചു, ഭയങ്കര സന്തോഷം, വയറ് നിറഞ്ഞു, ഏമ്പക്കം വിട്ടു. പിറ്റേ ദിവസം നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് ചെന്നാൽ, പിറ്റേ ദിവസം രാവിലെ എവിടുന്ന് അപ്പം കിട്ടിയോ അവിടെ ഭയങ്കര തിരക്കാ. സത്യത്തിൽ പിറ്റേ ദിവസം യേശു അവിടെ ഇല്ല. യേശു വേറൊരു സ്ഥലത്തേക്ക് പടക് കയറി ശിഷ്യന്മാരുമായിട്ട് പോയിരിക്കുക. ഓക്കെ, പക്ഷെ ഇവർ സ്ഥലത്ത് വന്നിട്ട് അവിടെ അന്വേഷിച്ചു, യേശു അവിടെ ഇല്ല. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം തോന്നുന്നു, അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഇങ്ങനെയാണ്, യേശു അവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഇവർ പടകുകളെ വിളിച്ച് യേശു ഉള്ള സ്ഥലത്തേക്ക് ഇരുന്നു. കാര്യം ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി. വീട്ടിലാരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. വന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കാനാപ്പീന. അപ്പം മീനും കിട്ടുമെങ്കിൽ അതൊന്ന് കഴിച്ചേച്ച് പോകണം, ഈ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഉടനെ യേശു അങ്ങോട്ട് ഉപദേശം പറയാൻ തുടങ്ങി.
നിങ്ങൾ ഇന്ന് എന്നെ അനുഗമിക്കാൻ കാര്യം ഇന്നലെ അപ്പം തിന്നുകൊണ്ടാന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞ് ഉപദേശം പറയാൻ തുടങ്ങി. ഈ ഇന്നലെ അപ്പം തിന്നപ്പോൾ എന്നോ സ്തോത്രമായിരുന്നറിയോ, കയ്യടിയായിരുന്നറിയോ. കാരണം ദൈനംദിന ഡെയിലി ലൈഫിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ഉണർവാണ്. പക്ഷെ ഇന്നിതാ യേശു വിഷയങ്ങളെ സംസാരിക്കാൻ തുടങ്ങി. ഏമ്പക്കമൊക്കെ മാറിപ്പോയി, വിഷയങ്ങളെ പറയാൻ തുടങ്ങി. യേശു പറയാൻ തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങി. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ഹലോ ഇവർ ചോദിച്ചത് ഭൗതിക അപ്പം കിട്ടുമോന്നാ, വിശപ്പടക്കാൻ പറ്റുന്ന അപ്പം കിട്ടുമെന്നാ ഇവർ ചോദിച്ചേ. പക്ഷെ യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അവിടെ ഉടനെ പെറുപെറുക്കാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായിട്ട് ഇവനെ നമുക്ക് അറിയത്തില്ലല്ലോ. ഇവൻ മറിയയുടെ മോനല്ലേ, ഇവൻ യോസഫിന്റെ പുത്രനല്ലേ, ഇവൻ എങ്ങനെ ഇവന്റെ ശരീരമാകുന്ന ആ അപ്പം നമുക്ക് ഭക്ഷിക്കാനായിട്ട് തരാൻ പറ്റും? ഇത് കഠിന ഉപദേശം, ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വലിയൊരു കൂട്ടം യേശുവിനെ വിട്ടുപോയി. അത് വായിച്ചു നോക്കണം നിങ്ങൾ. നമ്മൾ എടുത്തോ, അത് ആ സന്ദർഭം എടുത്തോ, ഒന്ന് വായിച്ചത്. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എത്ര എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ 41-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പെറുപെറുത്തു. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. 52-ാമത്തെ വാക്യം. നമുക്ക് തന്റെ മാംസം തിന്നാൻ തരാനും യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാനും ഇവന് എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവനോട് പറഞ്ഞത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. 60-ാമത്തെ വാക്യം നോക്കി. 60-ാമത്തെ വാക്യം ഏറ്റവും രസകരമാണ്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കേൾക്കാൻ പറ്റും? 3 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഹലോ, പോയോ? ഇവിടെ ഉണ്ടാവല്ലോ, ഒന്ന് മിണ്ടിക്കേ. 3 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. കഠിന വാക്കെന്നേ പറഞ്ഞിട്ടില്ല. കാരണം സൗഖ്യത്തിന് സൗഖ്യം, അപ്പത്തിന് അപ്പം, ഫിസിക്കൽ നീഡെല്ലാം മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഭൗതിക ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഭൗതിക ആവശ്യങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് യേശു ആത്മീക ആവശ്യത്തിലേക്ക് കയറി. അന്നേരത്തേക്ക് തനി നിറം വെളിപ്പെട്ടു. അവന്റെ ശിഷ്യന്മാർ പലരും, കേൾവിക്കാരല്ല, 60-ാമത്തെ വാക്യം. ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെറുപെറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നോ? എന്നാ വിഷയം? ഇന്നലെ ഒരിടർച്ചയില്ലായിരുന്നു അപ്പം നിന്നപ്പം. ഫിസിക്കൽ നീഡ് എല്ലാം മീറ്റ് ചെയ്യപ്പെട്ടു. 6:66 ഒന്ന് വന്നേ. 666 6:66 ഒന്ന് വന്നേ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പുറകോട്ട് പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. പിന്നെ അവന്റെ ടീമിൽ കൂടിയില്ല. ആകയാൽ യേശു പന്തിരുവരോട്, പിന്നെ അവന്റെ മീറ്റിങ്ങിന് പോയില്ല. അപ്പൊ ഫിസിക്കൽ നീഡ് മീറ്റ് ചെയ്യപ്പെടുമ്പോൾ ജനത്തിനൊരു വലിയ തള്ളിക്കയറ്റമുണ്ട്, ജനത്തിന് വലിയ സന്തോഷമാണ്. ശിഷ്യന്മാരാണെന്ന് ചിന്തിച്ചവർ പോലും അകത്ത് കിടന്നിരുന്നത് യേശു അല്ല, യേശുവിനേക്കാൾ വലുതായിട്ട് ഭൗമിക ആവശ്യങ്ങളാണ്. ഹലോ, ഇന്ന് നിറഞ്ഞ പടകിനെ നിർത്തി യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. ശീമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? ആദ്യത്തെ മറുപടി ആർക്കും പറയാം, യെസ് ലോർഡ്, ഐ ലവ് യു. നിർത്തത്തില്ല. രണ്ടാമത് ചോദിക്കും, ശിമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? നിന്റെ ഫിസിക്കൽ ഭൗതിക ആവശ്യമാകുന്ന നിറഞ്ഞ പടക് നിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടു, നിന്റെ ദാരിദ്ര്യം മാറിയിരിക്കുന്നു, നിന്റെ കടഭാരം മാറിയിരിക്കുന്നു, നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇവിടെയാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. പടക് നിറയുന്നത് വരെ കർത്താവിന്റെ കൂടെ നടക്കാം,
പക്ഷെ പടക് നിറഞ്ഞു കഴിയുമ്പോൾ യേശു ഒരു ചോദ്യം ചോദിക്കും, ഇനി നിനക്ക് വലുത് ഞാനാണോ അതോ പടകാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നാക്കുകൊണ്ടല്ല, ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് വാക്കുകൊണ്ടല്ല, ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഒരു ആയുസ് കൊണ്ടാ, ഒരു പുരുഷായുസ് കൊണ്ടാ, ജീവിതം കൊണ്ടാ. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഈ മകനെ യേശുവിൻ്റെ മകനാകിയാൽ, ഉയർത്തെഴുന്നേറ്റ യേശു ഇതിനകത്തുള്ളതിനാൽ ഈ കൈയുടെ തളർച്ച യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. എത്ര നാളായി ഈ സ്ഥിതിയിലായിട്ട്? ഓക്കെ, 15 കെട്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ തളർന്നു പോകുമ്പോൾ എന്നാ ചെയ്യുന്ന? പിന്നെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം സംസാരിക്കാറില്ല. എനിക്ക് വന്നു ഇങ്ങനെയൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം. യേശുവിൻ്റെ ജീവൻ അടിച്ച് കയറട്ടെ. ഇന്ന് ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് അഴിയട്ടെ, ചലിക്കട്ടെ, സൗഖ്യമാകട്ടെ. പൊങ്ങട്ടെ, 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 പൊങ്ങുവച്ചാ പൊങ്ങട്ടെ, 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 പൊങ്ങട്ടെ. ഞാൻ വിടാൻ പോവാ. അങ്ങനെ തന്നെ നിൽക്കും. ഉറപ്പാ? ഉറപ്പാ, ഉറപ്പാ. യേശു വിളിച്ചു. വിടുവാ. കരമടിച്ചോന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ജീസസ്. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ഈ പ്രിയ മകന് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് കൊടുത്തു. മൂത്ത മകൻ്റെ പേര് ജോയൽ, 12 വയസ്സ്. 12 വയസ്സുള്ള ജോയല് പാലായിൽ തിങ്കളാഴ്ച തോറും നിരപ്പേൽ ബിൽഡിങ്സിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന മീറ്റിങ്ങിന് ഇവർ കടന്നു വരുവാനിടയായി. അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് തിരിച്ചറിയുന്നത് വയറുവേദനയായിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോഴാണ് ഒരു വലിയ സ്റ്റോൺ, എന്തോ വലിപ്പം ഉണ്ടായിരുന്നു, ചെറുതായിട്ട് വലിപ്പം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് വൈറ്റുവാനം കുറയാഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിന് കൊണ്ടുപോയി ESA കൊണ്ട് കാണിച്ചു. അവിടെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് സ്കാനിങ്ങും ചെയ്ത് മൂത്രം നോക്കി ബ്ലഡ് നോക്കി, അതിനകത്തൊന്നും യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഈ സ്റ്റോൺ ഉണ്ട്, ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഏത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു? കാർമൽ. അതെവിടാ? പാലായിലെ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കേസാണ്. അപ്പോൾ ആ സമയത്താണ് ഈ മകള് ആ പ്രഖ്യാപന പുസ്തകം, നമ്മളുടെ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അറിയാം, നമുക്കിവിടെ ജനലക്ഷങ്ങൾ വിടുതൽ പ്രാപിച്ചൊരു പ്രഖ്യാപന പുസ്തകമുണ്ട്. ദിവസവും പ്രഖ്യാപിക്കുമായിരുന്നു, ചെല്ലുന്നുണ്ട്. ദിവസവും ആ പ്രഖ്യാപനം നടത്തും. യേശുവിൽ ആരാണ് എന്ന തിരിച്ചറിവാണ് ആ പ്രഖ്യാപനം. ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിന് ശേഷം കോട്ടയം ESAയിലല്ലേ കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, ചെന്ന് നോക്കുമ്പം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് യാതൊന്നും ഇല്ല. യേശു ചെയ്ത അത്ഭുതമാണ്. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്ന് ടെലിവിഷനിലൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാർ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ ഓർത്ത് ഇതുപോലെ കരയുന്നവരുണ്ട്. അവരോട് എന്നാ പറയാനുള്ളത്? അവരോട് യേശുവിൻ്റെ അരികെ വന്നു കഴിഞ്ഞാൽ സൗഖ്യമാവും, ഉറപ്പാ, ഒരു സംശയമില്ല. അനുഭവിച്ച അത് മറ്റൊരു വലിയ സാക്ഷ്യമാണ് അല്ലേ? അതെ, അത് ഞങ്ങൾക്ക് ദൈവ അനുഗ്രഹത്തെ നമുക്ക് അത് സാധിച്ചു തന്നു. നമ്മുടെ സ്ഥലം നമുക്ക് തന്നെ കിട്ടി. അത് എത്ര വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു വസ്തുവിൻ്റെ വിഷയം? 5-6 മാസമായിരുന്നു ഇവിടെ വരാൻ തുടങ്ങി. എന്നായിരുന്നു ഇതിൻ്റെ പ്രശ്നം? ഞങ്ങളുടെ 3 സെൻറ്റ് സ്ഥലം നടപ്പ് വഴിയാണ്, വണ്ടി ഓട്ടോ കയറിപ്പോകത്തക്ക രീതിയിൽ വഴി മേടിച്ചു. അത് വേറെ ഒരു ആൾ വന്ന് അവരുടെ ആധാരത്തിൽ അവരത് ഒരു തരത്തിൽ അവർ തരാതിരിക്കുകയായിരുന്നു അല്ലേ?
തരാതെ ഒരു തരത്തിലും തരികയെന്ന് വെല്ലുവിളിയായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം എഴുതി കൊടുത്തു, പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് ഇവിടെ വന്ന് ഒരു മാസം ഇവിടുത്തെ പ്രയർ തുടങ്ങി 1.5 മാസം ആകുന്നതിന് മുന്നേ തന്നെ അത് പൂർണ്ണമായിട്ടും അതിന് നമുക്ക് സ്ഥലം നമുക്കായിട്ട് കിട്ടുന്നു. വസ്തു തകരാറ് ഇത് വന്നതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വസ്തു തിരിച്ച് കിട്ടുന്നതായിട്ട് ഇവിടെ ബ്രദർ പറയുകയുണ്ടായി. അപ്പോൾ ഞാനിവിടെ വന്ന് അന്നേരം പറഞ്ഞു 6 ദിവസത്തിനുള്ളിൽ അതിനൊരു തീർച്ചയുണ്ടാവും. 6 ദിവസത്തിനകത്ത് ഇത്രയും നാളായിട്ട് ക്രമീകരിക്കപ്പെടാതെ ഇരുന്നിട്ട് 6 ദിവസത്തിനകത്ത് തീർപ്പുണ്ടാകും എന്ന് പറഞ്ഞപ്പം വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചു. 6 ദിവസത്തിനകത്ത് വന്നു. 4 കാര്യം കോംപ്രമൈസായി. 6 ദിവസം പറഞ്ഞ് 4-ാം ദിവസം തന്നെ കാര്യം കോംപ്രമൈസായി. അവർക്ക് ലഭിക്കേണ്ട ആ വസ്തു ലഭിച്ചു. ഇന്ന് ടെലിവിഷനിലൂടെ കാണുന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുപോലെ മനം തകർന്ന് ഓപ്പറേഷന് വിധേയമായിരിക്കുന്നവർ. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരിൽ അനേകർ യേശുവിൻ്റെ ജീവനാൽ സൗഖ്യമാകട്ടെ. ഓപ്പറേഷൻ എഴുതി വെച്ചത്, പാലായിലെ കർമ്മേൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ പറഞ്ഞു വിട്ടത്, കോട്ടയത്ത് നിന്ന് സ്കാൻ ചെയ്തപ്പോൾ കാണാനില്ലാത്ത നിലയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ വസ്തു 6 ദിവസത്തിനകത്ത് ചുരുളഴിയുന്നുവെന്ന് കർത്താവ് പറഞ്ഞിട്ട് അതിനെ അഴിച്ചു മാറ്റിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി. ഇന്ന് ഇതൊക്കെ ആയിരുന്നു അല്ലേ യേശുവിലുള്ള ആദ്യത്തെ അട്രാക്ഷൻ? ഇപ്പോൾ യേശുവാണോ അതോ ഇങ്ങനെയുള്ള വിഷയങ്ങളാണോ? അല്ല, യേശുവാ. കേട്ടോ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. 2 പ്രാവശ്യം വരാതിരുന്നിട്ട് എനിക്ക് ഭയങ്കര, എന്നാലും ഞാൻ അവിടെ നിന്ന് ദിനപ്രഖ്യാപനം ചെല്ലാറുണ്ട്. കൊച്ചിൻ്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, വസ്തുവിൻ്റെ കച്ചവടം അല്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ വിഷയങ്ങൾ ആയിട്ട് വന്നിട്ട് പിന്നത്തേതിൽ അവരുടെ വിഷയമായിട്ട് യേശു മാറുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. വലിയ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. ഉറപ്പാണ് കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.